मुझसे भूल क्योंकि लहंगा हुआ बड़ा महंगा मैं चुनरी ले आया. ലക്ഷദ്വീപിലെ കിർത്താം ദ്വീപിലെ അറിയപ്പെട്ട ഒരു നല്ലൊരു കലാകാരൻ റാസി അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം നമുക്ക് അദ്ദേഹത്തിൻ്റെ കഴിവ്. ലക്ഷദ്വീപിലെ ജനങ്ങൾ ഒരുപാട് ആൾക്കാർ ഞാൻ നേരിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. നിഷാദ നല്ലൊരു കലാകാരൻ. സംഗീതം ഇതെല്ലാം ബേസിക്കലായിട്ടുള്ള ഒരു സെമി ക്ലാസിക്കൽ ഡാൻസൊക്കെ ഒറിജിനാലിറ്റി ആയിട്ട് തോന്നുന്ന വിധത്തിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ ഒരു കലാകാരൻ. റാസിയെ നമുക്ക് പരിചയപ്പെടാം. റാസി, ഇത് എത്ര വർഷമായിട്ട് ഈ പരിപാടി തുടങ്ങിയിട്ട്? ഞാൻ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ കയറുന്നത്. അതും പബ്ലിക് സ്റ്റേജാണ് കച്ചേരിയിൽ. പിന്നെ അവിടെ നിന്ന് എല്ലാ സ്റ്റേജിലും ആരും പഠിപ്പിച്ചാണോ? എന്താ സ്വയം പഠിച്ചാൽ? ഇല്ല, സ്വയം പഠിച്ച ആരും പഠിച്ചിട്ടില്ല. പിന്നെ എൻ്റെ എളാപ്പാകാറുണ്ട് അമ്മാച്ചേരി, അയാളാണ് പാട്ടുകാരൻ. ഡാൻസ് ഒക്കെ എനിക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ കടലത്തീവിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ജാക്കാന്ന് അറിയപ്പെടുന്ന പേര്, ഒറിജിനൽ പേര് എനിക്കറിയില്ല. പിന്നെ അയാളും ഓരോരോ കാര്യമൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് മിസ്റ്റേക്ക് എടുത്താണ് അയാളും ഫോൺ പറഞ്ഞു. ഇപ്പൊ ലക്ഷദ്വീപിൽ എല്ലാ ദ്വീപിലും പോയിട്ടുണ്ട്, പരിപാടി സംബന്ധമായിട്ട് പോയിട്ടുണ്ട്. ഇല്ല, ഞാൻ അഗത്തിയിലോട്ടോ പോയിട്ടുണ്ട്. പിന്നെ ആന്ധ്രാദ്വീപില് ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലമുണ്ടല്ലോ കേരളത്തിലെ, കോഴിക്കോട് ഭാഗത്തിലും എറണാകുളം ഭാഗത്തിലൊക്കെ നല്ല സ്ഥലമൊക്കെ ഉണ്ട്. പഠിക്കാൻ ശ്രദ്ധ നടത്തിയിരുന്നതിനേക്കാൾ 2 കൊല്ലത്തേക്ക് കലാമണ്ഡലത്തെ എനിക്ക് കിട്ടിയിരുന്നത്. ആ സമയത്ത് വല്യമ്മായിരുന്നു. എനിക്ക് ഉമ്മയും വാപ്പയൊന്നും ഇല്ലാത്തത്. വല്യമ്മാനും വല്യപ്പൻ അങ്ങനെ ഇവിടെ പുറത്ത് പോയി പഠിക്കാൻ പറ്റില്ല ആ ടൈമിൽ, ആ സമയത്തൊക്കെ. അങ്ങനെ ആ ആഗ്രഹമൊക്കെ. ഈ കഴിവ് നശിക്കാതെ സൂക്ഷിക്കുക. നല്ല ഡാൻസറാണ്. ഞങ്ങൾ എല്ലാവരും കണ്ടു. ഒരുപാട് സന്തോഷം തോന്നി. കാരണം നല്ലൊരു കഴിവുണ്ട്. പക്ഷെ പഠിക്കാൻ ശ്രമിക്കണം. ഇതിനേക്കാൾ മെച്ചമുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇനി എല്ലാ ഒരു വേദികളും കാണട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും നന്മ.